ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇതാ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. നമ്മളെ മക്കളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചായ തിളക്കുമ്പോഴേക്ക് റെഡിയാക്കാൻ പറ്റും എന്ന് പറയുന്നില്ല, എങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ ബ്രെഡാണെന്ന് തോന്നൂല കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊന്ന് കാട്ടപ്പോൾ കിറുക്കിർ ഒച്ച കേൾക്കായിരുന്നു. പിന്നെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ നമ്മൾ കിഴങ്ങ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ അതാ ഞാൻ 3 വലിയ കിഴങ്ങാട്ടെടുത്തിന് ഇത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് തൊലിയോടെ പുഴുങ്ങിയെടുത്തിട്ട് തൊലി കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇതോ അല്ലെങ്കിൽ തവെന്ത് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കുക. പിന്നെ വലിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു പച്ചമുളകും ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ കേട്ടോ. വെളുത്തുള്ളിയൊന്നും വേണ്ട. അപ്പോൾ ഈ സവാള എത്ര ചെറുതാക്കി കഴിയും അത്രയും ചെറുതാക്കിക്കൊണ്ട് ഇന്നാലേ വെന്ത് കിട്ടുകളെ. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഗരം മസാലയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിന് ആവശ്യമായിട്ടില്ല, നമ്മൾ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പും കൂടെ 1/4 ടീസ്പൂൺ കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു സവാള എല്ലായിടത്തേക്കും ആവണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും ആയിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. പിന്നെ വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ, അത് പരത്തുന്ന സംഭവമാണ്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കുക കേട്ടോ. നന്നായിട്ട് അമർത്തി പരത്തിയിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയും വെച്ച് കൊടുക്കണ്ട, അപ്പോൾ കുറച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിലൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒട്ടിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ഒട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ മാവ് ഞാൻ പിന്നത്തേലൊക്കെ കുറച്ച് മാവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും മാവ് ചെയ്യുമ്പോൾ നമ്മളിതൊരു ഡുണ്ടുമണിയായി പോവും. അപ്പം അത്രയും മാവ് വേണ്ട, കുറച്ചിട്ട് നമ്മൾ മൈദ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. കഴിഞ്ഞ് കേട്ടോ, സിമ്പിൾ. ഇനി എപ്പോഴേക്കും എണ്ണ വെച്ചുകൊണ്ടു, പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചുകൊണ്ടു എന്നാൽ പെട്ടെന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ബ്രെഡ് ആവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെറിയ തീയിലിട്ടിട്ട് വേണം ഭാഗം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. കാരണം നമ്മളെ സവാള ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ, അതൊന്ന് വെന്ത് കിട്ടുകയും വേണമല്ലോ. കിഴങ്ങ് മാത്രമല്ലേ വെന്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ഞാൻ ഒരു ഭാഗം അപ്പോൾ ഞാൻ സൈഡുകളും എല്ലാ ഭാഗവും കണ്ടില്ലേ ഒരുപോലെ ഇങ്ങനെ മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് റൗണ്ടായി, ഇത് സെക്കൻഡ് റൗണ്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഒരു 12-13 പീസോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൗണ്ട് കാണിക്കും, പക്ഷേ ഞാൻ സൗണ്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ഞാൻ 5 കട്ട്ലറ്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ബ്രെഡിൻ്റെ സൈഡ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള കേട്ടോ. ഇനി നമുക്ക് ആ ഒരു സൈഡ് പൊടിച്ചെടുത്തതും ചൂടാക്കി മാറ്റി വെക്കുകയാണെങ്കിൽ അത് കുറച്ച് ദിവസങ്ങളോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ട്, പുറം നല്ല എന്താ പറയുക ഭയങ്കര അങ്ങനെ ഉറപ്പായിട്ടുണ്ട്, നല്ലൊരു ഹാർഡായിട്ട് നിൽക്കുകയാണ്. ഉള്ളിൽ നല്ല ജ്യൂസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും, കുട്ടികൾക്കെല്ലാം നമുക്ക് ഇഷ്ടമാവും. അപ്പോൾ 4 മണിയൊക്കെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.